ഷട്ടർ തുറന്ന് ഇങ്ങനെ ഈ വെള്ളം ഒഴുകുന്നത്. കല്ലുകൾ ഇങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ അർത്ഥം എന്തുമായിരിക്കും? ഇതുവഴി ഇങ്ങനെ പാർക്കിൽ നിന്ന് നമുക്ക് പുഴയിലേക്ക് ഇറങ്ങിപ്പോവാം. നല്ല വിശാലമായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാർക്കാണ് കേട്ടോ. എല്ലാവരും എവിടെയാണ്? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ബിസോഫ്റ്റ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ തൃത്താല എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം തൃത്താലയിൽ നിന്നും കുമ്പിടിക്ക് പോകുന്ന റോഡിൽ ഭാരതപ്പുഴ, ആ സൈഡിൽ കൂടെ ഭാരതപ്പുഴ പോകുന്നുണ്ട്. അപ്പം ഇവിടുന്ന് തിരുവേഗപ്പാറ പള്ളിപ്പുറം എന്ന് പറയുന്ന റൂട്ടിലോട്ട് തിരിയുമ്പോൾ ഈ ഭാരതപ്പുഴയുടെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഒരു പാലം കാണാൻ പറ്റും. അപ്പോൾ ആ പാലത്തിൻ്റെ കാഴ്ചകളും പാലത്തിനോട് ചേർന്ന് ഒരു സൂപ്പർ ഒരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാർക്കിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാണ്ട് ഈ കാണുന്നതാണ് ആ പാലം, തൃത്താത്തല പാലം. അതായത് തൃത്താത്തല വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നേരെ നമ്മൾ പാലത്തിന് മുകളിലോട്ട് കയറുവാണ്. ഇവിടുന്ന് കയറുമ്പോൾ ഫസ്റ്റ് കാണാൻ തന്നെ ഭാരതപ്പുഴ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത് കാണാം. അതാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നടുക്ക് ഭാഗങ്ങൾ നല്ല കണ്ടൽക്കാട് പോലെയും നല്ല മൈതാനം പോലെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ട് ആറിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അത് ഇവിടെ ദാണ്ട് ഇങ്ങനെ അതുകൊണ്ട് അവിടെ കാണുന്നത് ദാണ്ട് ഒരു കിണറാണ്. അപ്പോൾ ആ കിണറിൻ്റെ ആ ഭാഗങ്ങളും അതൊക്കെ കാണാൻ പറ്റും. ഇവിടെയും അവിടെയുണ്ട് 2 കിണർ. അതായത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ച കിണറായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നല്ല നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന ആ ഭാഗം അങ്ങ് വിട്ടേക്കാം നമുക്ക്. അപ്പം നമുക്കിപ്പോൾ കാണേണ്ടതും ഇപ്പോൾ ഇവിടെ വന്ന് ഏറ്റവും അട്രാക്ഷൻ ഉള്ള ഏരിയ ഏതാണെന്ന് വെച്ചാൽ ഈ പാലത്തിൻ്റെ, അതായത് അങ്ങോട്ട് പോയി ഇടത്ത് സൈഡിൽ നിന്ന് വെച്ചാൽ ഈ ഷട്ടർ, അതായത് ഇവിടെ ഈ സൈഡ് ഫുള്ള് ഇത് ഫുള്ള് ഷട്ടറുകളാണ്. അപ്പം ഇതിൻ്റെ താഴെ ഫുൾ ഷട്ടറുകളാണ്. അപ്പം ആ ഷട്ടർ തുറന്ന് ഇവിടെ വെള്ളം നിറഞ്ഞ് നല്ല മഴക്കാല സമയത്തൊക്കെ ഷട്ടർ തുറന്ന് ഇങ്ങനെ ഈ വെള്ളം ഒഴുകുന്നത് കാണാനും ഇവിടെ നിന്ന് ഇത് ആസ്വദിക്കാൻ ഭയങ്കര ലുക്കാണ്, ഭയങ്കര സംഭവമാണിത്. അതായത് ഇവിടെ ഇപ്പോൾ ഈ സമയത്തൊക്കെ അതായത് ഇവിടെ സമയമായി വരുന്നതേ ഉള്ളൂ. അതായത് ആളുകൾ വരുന്നതിന് വേണ്ടിയുള്ള സമയമാവുന്നതേ ഉള്ളൂ. ഏകദേശം 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേനായിരിക്കും ഇവിടെ നല്ല രീതിയിൽ നല്ല തിരക്കായിരിക്കും. പാലം നിറച്ച് ആളുകളായിരിക്കും ഈ കാഴ്ചകൾ കാണാൻ. ഇവിടെ നിന്നാണ്ട് ഇങ്ങനെ വിശാലതയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ദൂരേക്ക് പുഴ ഇങ്ങനെ ഒഴുകി പോകുവാണ്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഈ പാലത്തിൻ്റെ താഴോട്ട് നോക്കുമ്പോഴത്തേന് ഇപ്പം കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴുകി പോകുന്നത് നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ പവറുള്ള നല്ല ഏരപ്പാണ് കേൾക്കുന്നത്. അപ്പോൾ അത് കാണാനും തന്നെ ഭയങ്കര ലുക്ക്. അതാണ് കേട്ടോ, രസമാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ നിന്നാൽ ഇങ്ങനാണ്ട് ഷട്ടറിൽ നിന്ന് വെള്ളം പോകുമ്പോൾ ഇങ്ങനെ നിരന്നൊഴുകുക. പക്ഷേ അങ്ങ് അക്കരെ സൈഡിലാണെങ്കിൽ അത് താണ്ടി ഇങ്ങനെ കുതിച്ച് ഉയരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര ഹെവി ലുക്കാണ്. അപ്പോൾ ഇതേ കണക്ക് ഈ പാലത്തിൻ്റെ ഏകദേശം വൈകിട്ട് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ വിടാൻ സമയം പിള്ളേരൊക്കെ എങ്ങനെ സ്കൂൾ വിട്ട് പോകുന്നു. അപ്പോൾ അവരൊക്കെ എങ്ങനെ സ്കൂൾ വിട്ടു. അപ്പം ഇപ്പോൾ ഇനിയിപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ ഇവിടുന്നൊക്കെ വരുന്ന ടൈമാണ്. അപ്പോൾ അവരെ നമ്മൾ ഒരു ഹായൊക്കെ കാണിച്ചിട്ട് അവർ പോയി. ഒരു റിസോർട്ടോ എന്തൊക്കെയോ അങ്ങ് അക്കരെ സൈഡിൽ കാണാൻ പറ്റും. പിന്നെ അതാണ് വെള്ളിയാങ്കല്ല് പാർക്ക് എന്ന് പറയുന്നത്. അതായത് വെള്ളിയാങ്കല്ലാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഈ പുഴയോട് ചേർന്നുള്ള ഈ പുഴ കാഴ്ചകൾ കാണാനും പിന്നെ ആസ്വദിക്കാനുമായിട്ടൊക്കെ വരുന്നവർക്ക് കുറച്ചും കൂടെ ഒരു ടൂറിസ്റ്റ് അറ്റ്മോസ്ഫിയർ വരുത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു പാർക്കൊക്കെ അവിടെ റെഡിയാക്കി ഉണ്ട്. നമുക്ക് അതൊക്കെ കാണാനായിട്ട് അങ്ങോട്ട് നടന്നു പോകാം. അതാണ് വെള്ളിയാങ്കല്ല് പാർക്ക് എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ
ഭാരതപ്പുഴ കാഴ്ചകൾ ഇങ്ങനെ. അപ്പോൾ വെള്ളം ഇങ്ങനെ ഉണ്ട്. വെള്ളത്തിൻ്റെ അരപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഈ പാലത്തിൽ കൂടെ നമുക്ക് ഇങ്ങനെ തെരുവിലോട്ട് നടക്കാം. പാലത്തിൽ കൂടെ നടന്നു പോവുകയും ചെയ്യാം. അത് ഈ വെള്ളച്ചാട്ട കാഴ്ചകളും കൂടെയൊക്കെ കാണാം. ഇവിടെ നിൽക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ വെള്ളത്തിൻ്റെ അരപ്പം കേൾക്കാൻ പറ്റും. വെള്ളം ഇങ്ങനെ പറന്ന് നമ്മുടെ ദേഹത്തൊക്കെ നല്ല മഞ്ഞുതുള്ളി പോലെ ഇങ്ങനെ നൈസ് വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് പവറാണ് ഈ വെള്ളത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ. അതിവിടെയൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഫുള്ള് എല്ലാ ഷട്ടറും തുറന്നിട്ട് ഇവിടെ ഏകദേശം 1, 2, 3 ഷട്ടർ ഈ ഭാഗത്ത് തുറന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല, അത് അങ്ങക്കരെ നിന്ന് നോക്കിയെങ്കിലേ അറിയാം. അപ്പോൾ ഇതാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. കേരളത്തിലെ വലിപ്പത്തിൽ വെച്ച് ഏറ്റവും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പുഴയാണ് ഭാരതപ്പുഴ. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ പെരിയാറാണ്. അപ്പോൾ ഈ ഭാരതപ്പുഴയാണ് 2ാം സ്ഥാനം. അപ്പം ആ ഭാരതപ്പുഴയുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, അതായത് നിളാനദി. നിളാനദി എന്നാണ്. അതായത് പണ്ടത്തെ കഥകളിലും കവിതകളിലും സാഹിത്യങ്ങളിലും ഒക്കെ ഒരുപാട് കേട്ടുകേൾവിയുള്ള നല്ല നല്ല കവിതകളിലും സിനിമാ ഗാനങ്ങളിലുമൊക്കെ ഈ പുഴയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. നിളാനദി, നിളാനദി, നിളയുടെ തീരങ്ങൾ. ഇവിടെ വന്നപ്പോൾ അതാണ്ട് കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. കുത്തിയൊലിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ അടിപൊളിയല്ലേ കാഴ്ചകൾ കാണാൻ. ആ വെള്ളച്ചാട്ടം കാണാൻ ഭയങ്കര എഫക്റ്റാണ്. അതാണ്ടല്ലോ അവിടെ മീൻ പിടിക്കാനൊക്കെ ആൾ ഇപ്പോൾ വലയൊക്കെ ഉണ്ട്, മീൻ വലയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ മീനൊക്കെ പിടിക്കുന്നത്. ഇവിടെ ഭയങ്കര എഫക്റ്റായി ഈ വെള്ളച്ചാട്ടം കാണാൻ. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി താഴോട്ട് ഇങ്ങനെ പോകുക. കണ്ടോ? ഇതാണ് തൃക്കാക്കര ഭാഗത്ത് വെള്ളിയാങ്കല്ല് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഭാരതപ്പുഴയുടെ ഒരു സൗന്ദര്യം. ഇവിടെ നമുക്ക് അവിടെ പാർക്കൊക്കെ കാണാൻ പറ്റും. പാർക്കിലേക്ക് ആളുകളൊക്കെ ഇരിപ്പുണ്ട്. വെറുതെ പാർക്കിൽ കൂടെ ആ പാർക്കിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും. നമുക്ക് ആ പാർക്കിൽ ഒന്ന് കയറാൻ പറ്റുമോ? മാങ്ങയും നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ടതും ഒക്കെ ഇരിപ്പുണ്ട്. വിശാലമായിട്ടാണ്ട് നറുദണ്ഡി സർവത്ത് ഷഫീഖ്. ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കടകളൊക്കെ തുറന്നൊക്കെ വരുന്നതേ ഉള്ളൂ തോന്നുന്നു. ടീ ഷോപ്പ് കാണാം, ഐസ്ക്രീം കാണാം. അപ്പോൾ ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം തിരക്ക് ആയി വരുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ കടയും കമ്പോളങ്ങളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. കപ്പലണ്ടി കടകളൊക്കെ ഉണ്ട്. ഇതാണ് പാർക്കിൻ്റെ ഇതാണ്ട് വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക്. അപ്പം പോയി ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് ചാർജ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. മുതിർന്നവർക്ക് 20 രൂപ, കുട്ടികൾക്ക് 10 രൂപ. അപ്പം ടിക്കറ്റ് എടുക്കാം. ഓക്കെ, അപ്പം ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഈ പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറി ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാം. ഓക്കെ. അവിടെ കയറി വരുമ്പോൾ തന്നെ കുടിവെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക്, ശുചിത്വം പാലിക്കുക, പ്ലാസ്റ്റിക് നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പാർക്ക് നമ്മുടേതാണ്, വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നങ്ങോട്ട് ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം. ആദ്യം അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം. അപ്പോൾ ഇങ്ങോട്ട് തന്നെ പോകാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വിശാലമായിട്ട് ഏകദേശം 2015 ഏപ്രിൽ 14
നമ്മുടെ കേരള മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് 2015 ഏപ്രിൽ 14-ാം തീയതി. അപ്പോൾ ഓക്കെ, ഇതാണ് പാർക്ക്. അപ്പം അങ്ങോട്ട് നടന്ന് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താണ്ട് ഊഞ്ഞാലുകളുണ്ട്. അപ്പം കുട്ടികളായിട്ടും മുതിർന്നവർക്കായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണ്ട് നടന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു പാർക്ക്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ടോയ്ലറ്റുകളുണ്ട്, അംഗപരിമിതർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ്, എല്ലാ സൗകര്യങ്ങളുണ്ട്. ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വെറുതെ വന്ന് ഇങ്ങനെ ആസ്വദിച്ച് പോകാം. അപ്പോൾ അവിടെ മാംഗോ 7up, പിന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ, കോഫി, പോപ്കോൺ എല്ലാം ഉണ്ട്. പണ്ട് ഇവിടെയൊക്കെ ആളുകൾ ഇരിപ്പുണ്ട്. ഇരിക്കാനായിട്ടൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പാർക്കും കാര്യങ്ങളൊക്കെ. അങ്ങോട്ട് പോകാം. ഇതാണ്ട് നല്ല കല്ല് മാർബിളുകൾ കൊണ്ടുള്ള കസേരകളും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇതാണ്ട് നേരത്തെ കണ്ട് നടന്നു വന്ന പാലമാണ് കാണുന്നത്. കണ്ടോ? ആ പാലത്തിൻ്റെ താഴ്ചയാണ് ആ ഷട്ടറിൻ്റെ അവിടെ നിന്ന് ഒഴുകി വരുന്ന ആ വെള്ളച്ചാട്ടം. ഇതാണ് നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ടത്. ഇവിടെ എന്ത് ചെയ്യും, നേരത്തെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവർ വേണ്ട മീനൊക്കെ അതുകൊണ്ട് അവർ മീനൊക്കെ കോരി എടുത്തതിന് ശേഷം നുള്ളി പറക്കുന്ന അവിടെ നിന്ന്. അപ്പോൾ ഇതാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ വെള്ളച്ചാട്ട കാഴ്ചകൾ. അതായത് ഈ പാർക്കിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ചൂണ്ടൽ അവിടെ വലയെറിയുന്നു. കണ്ടോ? ഇതാണ് നല്ല കിടുലുക്കല്ലോ ഈ വെള്ളച്ചാട്ടം. സെറ്റാണ്. എന്ത് ചെയ്യാനാ, നേരത്തെ ഒരു പണി കിട്ടി കേട്ടോ. അതായത് അവിടുന്ന് താണ്ട ഞാൻ പറഞ്ഞില്ല, ആ പാലത്തിൻ്റെ മണ്ടയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേന് ഇതേപോലെ ആ വെള്ളം അവിടെ നിന്ന് നമുക്ക് പറന്ന് നമ്മുടെ മുകളിലോട്ട്. അപ്പം നോക്കിയപ്പോൾ ഈ മൊബൈൽ ക്യാമറയിൽ ഫുള്ള് ഈ കാണുമ്പോൾ ഒരു ഭയങ്കര മങ്ങൽ പോലെ തോന്നി. എന്താണെന്ന് മനസ്സിലായിരുന്നു. നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളം കയറി. അപ്പം വാട്ടർ പ്രൂഫിങ്ങൊന്നുമുള്ള ക്യാമറ അല്ലല്ലോ, അപ്പോൾ അതിൽ നിന്ന് വെള്ളം കയറി. അങ്ങനെ കുറച്ച് ഞാൻ ആകപ്പാടെ ഇങ്ങനെ വിഷമിച്ച് നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ നല്ല വെയിലിൻ്റെ ചൂടല്ലായിരുന്നു. അപ്പം കുറേ കഴിഞ്ഞപ്പോഴത്തേന് അതൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് നടന്ന് കല്ലവട ചെന്നിട്ട് ഒന്നും കൂടെ ആ പുഴയുടെ ലുക്ക് ഒന്നും കൂടി അടിപൊളി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് നോക്കാം. സെറ്റല്ലയോ? ഇങ്ങനെ വിശാലമായിട്ട് നമ്മുടെ ഭാരതപ്പുഴ ഇങ്ങനെ ആസ്വദിക്കണം. ഈ പാർക്കിൽ കൂടെയൊക്കെ കയറി നടന്ന് ഇപ്പോൾ ഇവിടെ നിന്നാണ്ട് ഇതെന്തുമായിരിക്കും ഇതിൻ്റെ അർത്ഥം? കല്ലുകൾ ഇങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ അർത്ഥം എന്തുമായിരിക്കും? ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ആണ് കേട്ടോ. അത് കൊള്ളാം. അതായത് ചെറിയൊരു ഓപ്പൺ സ്റ്റേജ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ കൽപ്പട പോലെ ഇപ്പോൾ ഇരിക്കാനായിട്ട് പറ്റും. അത് കൊള്ളാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചാടി അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതുവഴി ഇതിൻ്റെ ഈ സൈഡിൽ കൂടി നമുക്ക് ഇവിടെ പുഴയിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അറിയിപ്പ് പുഴയിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പം നല്ല ഇരപ്പില് വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയില്ലേ. പുഴയിൽ ഇറങ്ങുന്നത് അപകടമാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി ഇങ്ങനെ പാർക്കിൽ നിന്ന് നമുക്ക് പുഴയിലേക്ക് ഇറങ്ങിപ്പോവാം.
പറ്റുമായിരുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ പാർക്കിൽ കൂടി കുറച്ച് നേരം കൂടെ നമുക്ക് നടക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സമയം ചിലവഴിക്കാം. കുട്ടികളായിട്ടൊക്കെ ഓടിക്കളിക്കാനും ചാടിക്കളിക്കാൻ അവരുടെ ഇഷ്ടത്തിന് മറിയാനായിട്ടൊക്കെ ആയിട്ട് എല്ലാ റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പാർക്ക്. പിന്നെ നമുക്ക് കണ്ണിന് കുളിർമേകുന്ന നിലാനദിയുടെ സുഖകരമായ കാഴ്ചയും. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല പുൽത്തകിടും പുൽമൈതാനവും പിന്നെ നിലാനദി ഇങ്ങനെ ഒഴുകി പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. പാർക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോയിട്ട് വരാം. റൈഡുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഉണ്ട് കുട്ടികളൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. ഉണ്ട് നല്ല വിശാലമായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാർക്കാണ് കേട്ടോ. ഇഷ്ടം പോലെ നമുക്ക് വെറുതെ ഇങ്ങനെ നടക്കാനും ഓടാനും ചാടാനും ഒക്കെ കുട്ടികളെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. കുഴപ്പമില്ല, നല്ല രീതിയിൽ പുഴക്കരയിൽ ഇങ്ങനെ ഉണ്ടോ നല്ല ബെഞ്ചുകളൊക്കെ കല്ലിൽ പണിഞ്ഞ് വെച്ച നല്ല ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടേക്കാണ്. അതുകൊണ്ട് ഇതാണ് ഭാരതപ്പുഴ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുക. ഇനിയിപ്പം നമുക്കിതുവഴി ചുറ്റി നടന്ന് ഇത് പുറത്തേക്ക് പോകാനുള്ള അത് ടോയ്ലറ്റിലേക്ക് പോകാനുള്ള വഴിയാണ്. അവിടെ നല്ല സ്ഥലമാണ്. ആ വർക്കൊക്കെ കൊള്ളാം. നല്ല ആ തൂണും ഒക്കെ മുകളിലൂടെയുള്ള ആ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അവിടെ ഒരു മണ്ഡപം പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതുവഴി ഇനിയിപ്പം പുറത്തേക്ക് പോകുന്ന വഴിയായിരിക്കും. അപ്പം ആ റൈഡും കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ നല്ല ചെടികളും മരങ്ങളും ഒക്കെ നല്ല രീതിയിൽ നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ തണലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. അപ്പം നമുക്കൊരിക്കലും ഇതിലേക്കൂടെ നടന്നു പോകുമ്പോൾ നമുക്കൊരിക്കലും ഒരു പിന്നെ നമ്മൾ ടയേർഡ് ആവുകയോ പിന്നെ മുഷിച്ചിൽ തോന്നുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം നല്ല രീതിയിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ നമുക്കൊന്ന് ഗ്രൂപ്പായിട്ടും ഒറ്റയ്ക്കായാലും വന്ന് ഇതേ പോണക്ക് നമുക്ക് പിന്നെ റിലാക്സ് ആവാൻ പറ്റും. നമുക്ക് ഗ്രൂപ്പായിട്ടാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കൊന്ന് വെറുതെ ഇരുന്ന് നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാകുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത്. അപ്പോൾ ഇത് അവിടുന്ന് ഓടയാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് വെള്ളം ഒഴുകി വന്ന് അങ്ങോട്ട് ആ റോഡിൽ നിന്ന് വരുന്ന വെള്ളത്തെ ഇവിടെ കെട്ടി നിർത്താതെ നേരെ ആ ഓട നല്ല ഭംഗിയായിട്ട് പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേജും കാര്യങ്ങളുമൊക്കെ. അപ്പം ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ പാർക്കിനകത്തൊന്ന് ചുറ്റി നിന്ന് കണ്ടപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് നേരെ പുറത്തേക്ക് പോകാം. നമ്മളെ തിരക്കേണ്ട കപ്പലിനിക്കാരൻ നിൽക്കുന്നു, അവിടെ നിന്നോട്ടെ. അപ്പം ഇതിപ്പോൾ നമ്മൾ റോഡിലിറങ്ങി. അപ്പോൾ ഈ റോഡിൽ നമുക്ക് ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ കുറച്ചും കൂടെ ഈ പാർക്കിംഗ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ പുഴയിൽ ഇറങ്ങാനായിട്ട് വേറൊരു വഴിയുണ്ട്. അപ്പം പുഴ മണൽത്തിട്ടകളിലും മൈതാനത്തൂടെയൊക്കെ നമുക്ക് ഭാരതപ്പുഴ മൈതാനത്തു കൂടി നമുക്കിങ്ങനെ നടക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് അറിഞ്ഞ് കേട്ടിട്ടൊക്കെ വരാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ റോഡ് സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട് നല്ല സ്പേസ് ഉണ്ട്. അപ്പം വണ്ടികളും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ആ രണ്ട് സൈഡിലും എത്ര വണ്ടികൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് പുഴയിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പാണ്. അപ്പം ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി നമുക്ക് നേരെ താഴോട്ടെല്ലാം. അപ്പം പുഴയുടെ സൈഡാണ് കാണുന്നത്. മണൽ കയറി കിടന്ന്
നല്ല പുല്ലൊക്കെ ആയിട്ട് വർഷങ്ങളോളം മണൽ കയറി കിടന്ന് ഇങ്ങനെ ആയി നല്ല കര പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഭാരതപ്പുഴയിലേക്ക് ഇപ്പം നമ്മൾ ഇറങ്ങി. ഇപ്പം നമ്മൾ പുഴയിലേക്ക് വന്ന് ആണ്ടേ ബ്രിഡ്ജ് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഏകദേശം പുഴയുടെ പരിധിയിലേക്കാണ് നമ്മൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിപ്പോൾ ഇവിടെ അലക്കുകാരൊക്കെ കൊണ്ടുവന്ന് തുണികളൊക്കെ അലക്കി വിരിച്ചിട്ടൊക്കെയാണ്. ഇത് അലക്ക് കടവാണെന്ന് തോന്നുന്നു. ഇതെന്തോ ടെഡി ബിയറിനെ കഴുകി കമത്തി വെച്ചേക്കുന്നു. തുണികൾ നല്ലത് ഉണക്ക് കഴുകി വിരിച്ചിട്ടേക്കുക. അപ്പോൾ ഇതാണ് ഭാരതപ്പുഴയുടെ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. അതായത് ഇവിടെ നല്ല വിശാലമായിട്ട് കിടക്കുന്ന മണൽത്തിട്ടകളാണ്. അപ്പോൾ ആ മണൽത്തിട്ടകളിലൂടെ ഇതേപോലെ നമുക്ക് വിശാലമായിട്ട് നടക്കാൻ പറ്റും. അതായത് ഈ പുൽമേടും ഈ മണൽത്തിട്ടകളും ഈ മൈതാനവും ഒക്കെ ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പം നമുക്കത് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ സമയം പോകുന്നത് അറിയത്തേയില്ല. അതായത് ഇത് നല്ല ഒരു മൈതാനം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ കറക്റ്റായിട്ട് ഇത് മൊത്തം മണൽ നിറഞ്ഞിങ്ങനെ കിടക്കുകയാണ്. മണൽ നിറഞ്ഞിങ്ങനെ കിടക്കുന്നതിൻ്റെ ഈ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. മൊത്തം മണലാണ്. അത് ഈ മണൽ വാരി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാരാനുള്ള പെർമിഷൻ സർക്കാർ കൊടുത്തു കഴിഞ്ഞാൽ, അത് ഈ പുഴയെ കുറച്ചും കൂടെ വിശാലമാക്കുന്ന രീതിയിൽ, അല്ലെ സ്വാതന്ത്ര്യത്തോടെ ഒഴുകാനും ഒക്കെയുള്ള ഒരു രീതിയിൽ ഈ മണൽ വാരിക്കഴിഞ്ഞാൽ ഈ പുഴയെ കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റത്തില്ലയോ എന്നാണ് എൻ്റെ ഒരു ഇത്. അതായത് ഈ മണൽ കെട്ടിട നിർമ്മാണ ആവശ്യങ്ങൾക്കും പിന്നെ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കും ഈ മണൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ലയോ. അപ്പം അതിനൊക്കെയുള്ള നിയമ നടപടികൾക്കൊക്കെ ഇനി ഈ സർക്കാർ ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിനും അത് നല്ല ലാഭം കിട്ടുന്നതും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊക്കെ ഒരു കാര്യമായിരിക്കത്തില്ലയോ. എന്താ അറിയില്ല. ഇതാണ് ഈ പാലക്കാട് തൃത്താത്തലയിലെ ഈ വെള്ളിയാങ്കൽ ഭാഗത്തു നിന്ന് നമുക്ക് ഭാരതപ്പുഴ കാണാൻ പറ്റിയ ഈ കാഴ്ച. അതായത് വെള്ളിയാങ്കൽ പൈതൃക പാർക്കും പിന്നെ ഈ ഭാരതപ്പുഴയുടെ ബ്രിഡ്ജും വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതും ഒക്കെ കാണാൻ പറ്റി. അപ്പം ഈ കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നിങ്ങളുടെ നല്ല സപ്പോർട്ടും ബി സോഫ്റ്റ് മീഡിയയ്ക്ക് വേണം.